ഇടുക്കിയിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് സഹായവുമായി ദേശീയപാത അതോറിറ്റി 1 ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകിയത്. മകളുടെ പഠന ആവശ്യങ്ങൾക്കായിട്ടാണ് തുക കൈമാറിയത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് മണ്ണിടിച്ചിലിൽ ബിജുവും ഭാര്യ സന്ധ്യയും അപകടത്തിൽപ്പെട്ടത്. അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ബിജുവിന്റെ മകൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാന്നോ, അത് ഇന്നലെ മാത്രമാണ് കൊടുത്തത്. അതിലൊരു കാലതാമസം വന്നിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ ഇന്നലെ കൊടുത്തായിട്ടാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഈ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നം, ഇത് ഒരു നാച്ചുറൽ, ഒരു പ്രകൃതിദത്ത ദുരന്തമല്ല ഇത് ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. ഒരു മനുഷ്യനിർമ്മിത ഒരു ദുരന്തം ആയതുകൊണ്ട് അതിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമൊക്കെ നമുക്ക് തുക നൽകുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇത് പരിഗണിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പൂർണ്ണമായും ഇത് ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടുള്ള ഒരു പരിമിതി കൊണ്ടായിരിക്കാം ഗവൺമെന്റിന് ഒരു താമസം വന്നിട്ടുണ്ട്. സുബിൻ തോമസ് ഉണ്ട്. സുബിൻ പറയൂ വിശദാംശം. കഴിഞ്ഞ ദിവസമാണ് ഈ ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ മരിച്ച ബിജുവിന്റെ ഭാര്യ ഈ സർക്കാർ സഹായങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന ആരോപണമായി രംഗത്തെത്തുന്നത്. പ്രധാനമായും ഈ ബിജു മരിച്ച് 1 വർഷത്തോട് അടുക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം മമ്മൂട്ടി ഫൗണ്ടേഷനാണ് ഈ ബിജുവിന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവുകൾ അത്രയും നോക്കിയിരുന്നത്. ഇതിനുശേഷം വേറെ സഹായങ്ങളോ ദേശീയപാത അതോറിറ്റിയുടെ സഹായങ്ങളോ ഒന്നും തന്നെ ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ദേശീയപാത അതോറിറ്റി 1 ലക്ഷം രൂപ നൽകിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ബിജുവിന്റെ ഭാര്യയുടെ ചികിത്സാ സമയത്ത് 3 ലക്ഷം രൂപയും ദേശീയപാത അതോറിറ്റി നൽകിയിരുന്നു. നിലവിൽ 1 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് മകളുടെ പഠന ആവശ്യങ്ങൾക്കായി വേണ്ടിയാണ്. മകൾ നഴ്സിംഗ് പഠിക്കുകയാണ്, ഏക മകളാണ്. കഴിഞ്ഞ ഈ അപകടത്തിന് പിന്നാലെ തന്നെ ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ 1 ലക്ഷം രൂപ മകളുടെ പഠനാവശ്യങ്ങൾക്കായി നൽകുമെന്ന് ദേശീയപാത അതോറിറ്റി പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ തുക നൽകുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ദിനേശ് ചെറുവാട്ട് പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ ഒരു 1 ലക്ഷം രൂപ നിലവിൽ ബിജുവിന്റെ കുടുംബത്തിന് ദേശീയപാത അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിജു മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ധനസഹായങ്ങളൊന്നും തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതായത് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നത് പ്രകാരം മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം തുക അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തുക അനുവദിക്കാനാകുമോ എന്ന് കാണിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നിന്നാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ സന്ധ്യയുടെ മകൾക്ക്, അതായത് ബിജുവിന്റെ ഭാര്യ സന്ധ്യയുടെ മകൾക്ക് ജോലി നൽകുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും നിലവിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്.